ഓം ശ്രീ ഉമാമഹേശ്വരായ നമ. ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ കൊല്ലം ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ലക്ഷാർച്ചന മഹോത്സവം 2025 ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ച ഭക്തി പുരസ്സരം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിലെ പ്രമുഖന്മാരായ തന്ത്രിമാർ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരണമെന്ന് ഉമാമഹേശ്വര നാമധേയത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന നടത്തിയാൽ ലഭിക്കുന്ന ഫലങ്ങൾ ആയുരാരോഗ്യ ക്ഷേമസൗഖ്യം, ദീർഘ മംഗല്യം, സന്താനലബ്ധി, നിങ്ങളെ അലട്ടുന്ന കുടുംബ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കുചേരണമെന്ന് ഉമാമഹേശ്വര നാമധേയത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഹരനമ പാർവതീപതേ. ഞാൻ കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ, അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംവര പൂജയ്ക്ക് ഞാൻ വന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു. 23 ആഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോന്റെ കല്യാണം റെഡിയായി. മെയ് 11 തീയതി എൻ്റെ മോന്റെ കല്യാണം. നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാരും വന്നിരുന്നു ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിക്കും. 23 പൂജ ചെയ്യണം. 23 പൂജ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും, ഉറപ്പാ. അത് അനുഭവക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് അറിയുന്നവരോടും എല്ലാവരോടും പറഞ്ഞു ദേവിയുടെ മുമ്പിൽ വന്നിരുന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക, അതിന് ഫലം കിട്ടിയിരിക്കും, ഉറപ്പാ. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. എൻ്റെ മകൻ്റെ മംഗല്യത്തിന് വേണ്ടി ഭഗവാന്റെ സന്നിധിയിൽ വന്ന് 23 സ്വയംവരാർച്ചന നടത്തി. ഇപ്പം മംഗല്യമൊക്കെ ശരിയായി. അടുത്ത മാസം 7-ാം തീയതി മകൻ്റെ വിവാഹമാണ്. അത് സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ മകളുടെ വിവാഹവും ഇതുപോലെ 23 സ്വയംവരാർച്ചന ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് നടത്തി കല്യാണമൊക്കെ നടന്ന് സന്തോഷപൂർവ്വം അവരിപ്പോൾ ജീവിക്കുന്നു. ഭഗവത് സന്നിധിയിൽ വന്ന് ഭക്തിയോടുകൂടി ഇരുന്ന് മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ഭക്തിയോടുകൂടി ഭഗവാന്റെ ഇവിടുത്തെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെയും സന്താനങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനരെ, എൻ്റെ പേര് രാജേന്ദ്രകുമാർ. ഞാൻ ചവറ സ്വദേശിയാണ്. റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകനാണ്. എൻ്റെ മൂത്ത മകൾ MBBS കഴിഞ്ഞ് ഇപ്പോൾ MD സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. MSc സെക്കൻഡ് ഇയർ. MBBS പാസ്സായ കാലം മുതൽ അവരുടെ വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല, ഒത്തുവന്നില്ല. അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു ഞാൻ എൻ്റെ കുടുംബവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബന്ധു കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ഈ സ്വയംവരാർച്ചന പൂജയെ പറ്റി എന്നോട് പറയുന്നത്. ഭഗവാനുള്ള വിശ്വാസം മൂലം ഞാനിവിടെ വരികയും ആ സ്വയംവരാർച്ചന 12 ദിവസത്തെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതാണ്ട് 3-4 പൂജ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നേ പറയുന്നു. പെട്ടെന്ന് ഒരു ആലോചന വന്നു. അതും ദൂരെ നിന്നല്ല, കൊല്ലത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് 4 കിലോമീറ്റർ ചുറ്റളവിനകത്ത് കൊല്ലം തെക്കേവിള മാറണ്ട അവിടെ നിന്നാണ് പയ്യൻ വന്നത്. അങ്ങനെ പയ്യൻ വന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം അനുകൂലമായി ആ വിവാഹം ഉറച്ചു. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഈ മാസം 28-ാം തീയതി ആഗസ്റ്റ് 28-ാം തീയതിയാണ് വിവാഹം. കൊല്ലം ആനന്ദവല്ലീശ്വരം വിദ്യാലയ NSS വിളിച്ചാണ് വിവാഹം. രാവിലെ 11 മുഹൂർത്തം. എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇത് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ആ ദിവ്യശക്തിയുടെ ഒരു കാരുണ്യം മാത്രമാണ് എന്ന് ഞാൻ അടിവരെ വിശ്വസിക്കുന്നു. അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഭഗവാന്റെ പ്രസാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും പറയാനുള്ളത്, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വരണം. ഈ സ്വയംവരാർച്ചന പൂജയിൽ പങ്കെടുക്കണം. പങ്കെടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ അനുഭവം ഉണ്ടാകും. ഞാൻ എന്റെ അനുഭവത്തിൽ പറയാണ്. നന്ദി, നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരു വീട് നോക്കിയിരുന്നു. ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മോന്റെ കല്യാണം ശരിയായത്. അതിനുള്ള ഇവിടുത്തെ പൂജാവിധിക്ക് ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആചാരപ്രകാരം അതെല്ലാം ചെയ്തതുകൊണ്ട് ഇപ്പോൾ മോന്റെ കല്യാണം ഫിക്സായി. വരുന്ന ഫെബ്രുവരിയിലാണ് കല്യാണം. എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത്. എൻ്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഫെബ്രുവരി 2-നാണ്. ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്ന് വളരെയധികം സന്തോഷം. എൻ്റെ പേര് അനന്തു. ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം ഉറച്ചത്. ഫെബ്രുവരിയിലാണ് കല്യാണം. വളരെയധികം സന്തോഷം. ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ 23 ആഴ്ച ഇവിടെ വന്ന് ഭക്തിയോടെയും മനസ്സാലെയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പാരിപ്പള്ളിയിൽ നിന്നും പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിനടുത്ത് വരുന്നു. എൻ്റെ മകന് ഒരു വിവാഹ ബന്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വരികയും 11 പൂജയിൽ പങ്കെടുക്കുകയും 11ാമത്തെ പൂജയിൽ
മകന് വിവാഹാലോചന വരികയും എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഉള്ളുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വന്ന് ഉള്ളുരുകി ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി. ഇത് കൊല്ലം ശ്രീ ഉമാമഹേശ്വരി ക്ഷേത്രമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ പൂജയ്ക്കാണ് ഇവിടെ വരുന്നത്. എല്ലാവരും ഈ കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് മംഗല്യത്തിന് വേണ്ടി, അതായത് മുടങ്ങിക്കിടക്കുന്ന മംഗല്യങ്ങള്, നടക്കാതെ പോയ മംഗല്യങ്ങള്, കല്യാണാലോചനകള്, പ്രായപൂർത്തിയായിരിക്കുന്ന സ്ത്രീ, പുരുഷ, കൊച്ച്, ആൺപിള്ളേര്, പെൺപിള്ളേര്, ഇവർക്ക് എല്ലാവർക്കും മംഗല്യത്തിന് വേണ്ടി അവർക്കും വരാം, അമ്മ, അച്ഛൻ, അവർക്ക് എല്ലാവർക്കും വന്ന് പൂജ ചെയ്യാവുന്ന ഒരു ക്ഷേത്രമാണ് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രം. അതായത് നല്ല പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഒരുപാട് പൂജകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ പൂജയിൽ ഞാനും പങ്കെടുത്തു. അപ്പൊ ആ പങ്കെടുത്തതിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പൂജയും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനകള്, ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതെന്താണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എനിക്ക് ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് എനിക്ക് മാറ്റം, ഒരു പൂജ നടന്നിട്ടുള്ളൂ, പക്ഷെ അതിൽ തന്നെ ഒരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്നുള്ളത് എനിക്ക് താമസിക്കാതെ എനിക്ക് ഈ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ എനിക്ക് പെട്ടെന്ന് തന്നെ അത് നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ഭക്തരും ഈ മഞ്ഞൾ മാല, നമ്മൾ പൂജ എടുത്ത് മഞ്ഞൾ മാലയാണ് ഈ കെട്ടിയിരിക്കുന്നത്. എത്രമാത്രം മഞ്ഞൾ മാല കെട്ടിയിട്ടുണ്ടെന്നും എത്ര പ്രസക്തിയുള്ള ഒരു ക്ഷേത്രമാണെന്നും നമുക്കിതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. നമ്മൾ ആരെയും ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക. ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ നോക്കുക. ഒരു പൂജയിലെങ്കിലും നിങ്ങൾ പങ്കെടുക്കുക. പക്ഷെ എനിക്ക് ഒരൊറ്റ പൂജയിൽ തന്നെ ഞാൻ തൃപ്തിയായി വന്നിരിക്കുകയാണ്. പക്ഷെ അത് ഭഗവാൻ എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ഓരോ കല്യാണം നടന്നിരിക്കുന്ന ഓരോ കാർഡുകളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ശ്രദ്ധിച്ചാൽ നല്ലതുപോലെ അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക. ഇഷ്ടമായി ഞാൻ വരുമ്പോൾ ഫസ്റ്റ് ദിവസം വരുമ്പോൾ തന്നെ, തിങ്കളാഴ്ച ദിവസമാണ് ഇവിടുത്തെ പ്രത്യേകതയായ പൂജകൾ നടക്കുന്നത്. അത് ഞാനിവിടെ വരുമ്പോൾ തന്നെ 3 മംഗല്യത്തിന്റെ പേര് ഇവിടെ പുരുഷന്റെയും സ്ത്രീയുടെയും പേര് പറഞ്ഞ് കല്യാണം നടന്നതായിട്ട് ഇവിടെ പറയുകയും ചെയ്തു. പിന്നെ ഞാനിവിടെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, തൃപ്തിയായി. എല്ലാവരും വരിക. നമ്മളെ കുട്ടികളുടെ അമ്മ, അച്ഛനെല്ലാം എന്തുമാത്രം വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർ കാണുമെന്നറിയാമോ? അപ്പോൾ മംഗല്യം നടക്കാനും താമസം വന്നിരിക്കുന്നതെല്ലാം ഈ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ, ഈ ശിവൻ പാർവതി ക്ഷേത്രത്തിൽ, ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വന്ന് ഈ പൂജകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 21 പൂജയാണ് പറയുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ഫസ്റ്റിൽ തന്നെ നടന്നാലാവും, രണ്ടാമത്തെ പൂജയിൽ നടന്നാലാവും നമ്മൾ 21 പറയുന്നെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ ഇന്നിപ്പോൾ തന്നെ ഇവിടെ വെച്ച് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഞാൻ ഇവിടെ വെച്ച് കണ്ടു. അവരുടെ കല്യാണം നടന്നതായിട്ടാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉമാമഹേശ്വരി ക്ഷേത്രം ഇതാണ് ഭഗവാന്റെ ദർശന സ്ഥലം. അപ്പോൾ ഇവിടെ വന്ന് പൂജകളെല്ലാം എടുക്കുക. എല്ലാവരും ഇതിലേക്ക് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് എല്ലാവരും വരിക. മുടങ്ങിയിരിക്കുന്ന കല്യാണങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടക്കുന്നതാണ്. കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രമാണിത്. ഇപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഉമാമഹേശ്വരി ക്ഷേത്രം കൊല്ലത്താണ്. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഓട്ടോക്കാരടുത്ത് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് നമ്മളെ കൊണ്ടാക്കുന്നതാണ്. തുച്ഛമായ പൈസയേ ഉള്ളൂ. എല്ലാവരും ഇവിടെ വരിക. അപ്പോൾ 23 ആഴ്ചയാണ് നമ്മൾ ഈ പൂജ ചെയ്യാനുള്ളത്. 23 പൂജയിൽ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ഈ ദിവസം ഏത് ദിവസമാണെന്ന് വെച്ചാൽ നോക്കി നമുക്ക് നല്ലതുപോലെ നമുക്ക് ഈ പൂജ ഇവിടെ വന്ന് പൂജയിൽ പങ്കെടുത്ത് ഈ പൂജ നടത്തുക. ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മളിങ്ങനെ സ്വയംവര പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മകന്റെ കാര്യത്തിന് വേണ്ടി. എല്ലാം ശരിയായി. കൊല്ലം മാൾബവളേ ഉള്ളം വാഴ്ബവളേ ഇല്ലം സിഴിത്തിടവേ എല്ലാം തരുബവളേ
எல்லாம் தருபவளே